ഡേ 2 ആണ് ഞങ്ങളുടെ ഹണിമൂണിന്റെ. അപ്പം ഇപ്പൊ സമയം 6:48. ഞങ്ങൾ മാത്രമാണ് ഇവിടെ എനിട്ടുള്ളൂ, ഷിപ്പില്ലെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി എനിട്ടതാ. ഭയങ്കര ഭംഗി, ഇത്രയും നല്ല കാറ്റുണ്ട്, സീ നല്ല റഫാ. ആടുണ്ട്. ഇന്ന് രാവിലെ എനിട്ടപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിറ്റേന്റെ ആണോ ഇങ്ങനെ ആടണേന്ന്. പക്ഷെ അല്ല, അത്യാവശ്യം നല്ല റഫാ. പക്ഷെ നല്ല നമുക്ക് അറിയില്ലാത്തോണ്ടാട്ടോ ഇത് റഫ് ഒന്നല്ലായിരിക്കും. പക്ഷെ നല്ല സൺസെറ്റ് അല്ല സൺറൈസ്, നല്ല സൺറൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പം ശരിക്കും ഇങ്ങനെ ദൂരോട്ട് നോക്കുമ്പോൾ ക്ലൗഡ്സിന്റെ മുകളില് സൺറൈസ് നമ്മളിപ്പം ഫ്ലൈറ്റിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ തോന്നുന്നുണ്ട്. സീ നല്ല രസം. കുട്ടിയൊക്കെ ഇട്ടു, ഭയങ്കര കാറ്റപ്പം തണുപ്പുണ്ട്. സൺറൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കീൽ ആൻഡ് കൗ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് ചെന്നത്. അവിടെ ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ ആയിരുന്നു. ഞങ്ങളത് ട്രൈ ചെയ്തില്ല. ഇവിടെ വോളിലാണെങ്കിൽ നല്ല പ്രിട്ടി ആയിട്ടുള്ള 3D ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ഇത് ചെയ്തേക്കണേ. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇൻസ്പിറേഷൻ ഡോറ ബുജിയാണ്. കാരണം ഞാനിത് ശരിക്കും പ്ലാൻ ചെയ്തില്ല, ഷോർട്സ് മാത്രമേ ഇടുള്ളൂ എന്ന് വിചാരിച്ചത്. ഇന്ന് രാവിലെയാണ് പിങ്ക് ഷർട്ട് എടുത്തിട്ട്. അപ്പം ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ഓ മൈ ഗോഡ്, ഇത് ശരിക്കും ഡോറ ബുജിനെ പോലെ ഉണ്ടല്ലോ എന്ന് തോന്നി. എനിക്ക് ചുമ്മാ പറയാൻ തോന്നി, അത്രേ ഉള്ളൂ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ അടുത്ത താഴത്തെ ഫ്ലോറിലേക്കാണ് പോയത്. രാവിലെ ആയതുകൊണ്ട് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമായിരുന്നു അവിടെ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സമയം കേട്ടോ ഇത്. രാവിലത്തെ ഈ സൺറൈസിൻ്റെ ഒപ്പമൊക്കെ നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് കിട്ടും. ഞങ്ങളവിടെ ഇച്ചിരി നേരം ഇരുന്ന് കാം ആൻഡ് പീസ്ഫുള്ളായിട്ടാണ് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് ഫ്ലവേഴ്സൊക്കെ വീട്ടിൽ വെക്കാൻ തുടങ്ങിയത്. അപ്പം അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. ഇപ്പം കാണുന്ന ഈ കോർണറിൽ ഒരു ആർട്ട് സ്റ്റേഷൻ കാണാം. ഇവിടെ ത്രൂ ഔട്ട് ദി ഡേ നമുക്ക് കുറേ ആർട്ട് വർക്ക്ഷോപ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ പെർട്ടിക്കുലർ ഡേയിൽ ഗ്ലോ ഇൻ ദ ഡാർക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ചിലതിനൊക്കെ ഒരു ടിക്കറ്റ് പേ ചെയ്യണം. ഞങ്ങൾക്കത് ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അന്ന്. ഓ ഇത് ഫോട്ടോ മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം ഗെയിംസ് ഉണ്ട് കളിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഡിസ്റ്റിലറി അറ്റ് ദ ഫസ്റ്റ് ജിൻ ഡിസ്റ്റിലറി അറ്റ് സി ആണ്. ഞാൻ UK മാസ്റ്റേഴ്സ് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റിലറി ഭയങ്കര ഫേമസ് കോഴ്സായിരുന്നു. ഞാൻ കണ്ടിട്ടോ പഠിച്ചിട്ടോ ഒന്നുമില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് 8:15 സ്ലോട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യുക. 8:04 ആയിട്ടുള്ളൂ. നമുക്ക് 10 മിനിറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ മൂവീസ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി ജസ്റ്റ് വന്ന് എന്താ കാണണ്ടേന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഞാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഗ്ലാഡിയേറ്റർ 1 ആദ്യമായിട്ട് കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഗ്ലാഡിയേറ്റർ 2 കാണാം ഇന്നിപ്പോൾ ഇത് കാണാം. ഇറ്റ് എൻഡ്സ് വിത്ത് അസ് ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. മൂവി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അത്ര സൂപ്പറാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വേണമെങ്കിൽ അതും കാണാം. ക്വീനും പോകാനൊന്നും ഇപ്പം തോന്നണില്ല കാണാൻ. അപ്പം ഇത് രണ്ടും കുറേ ഷോ ഉണ്ട്. രണ്ടും ഏകദേശം 5 ഷോകളുണ്ട്. അപ്പം ആണോ? ഓക്കെ. അപ്പം എപ്പം വേണമെങ്കിലും വരാം. എനിക്ക് ഈ മോളിലത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസം. മൊത്തത്തിലൊരു ഗ്ലാം ലുക്ക്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ലൈബ്രറിയുടെ എക്സ്റ്റൻഷൻ ബാറാണ്, ആൻഡേഴ്സൺസ് ബാർ ലൈബ്രറി. ഇവിടെയും നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ വരണ്ടാവില്ല. പക്ഷെ അങ്ങേറ്റത്തെ റൂമാണ് അക്വ എന്ന് പറയുന്നത്. അക്വയിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ജിബിൻ ചേട്ടൻ ഒരു വെജിറ്റേറിയൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും പാൻ കേക്കുമാണ് പറഞ്ഞത്. ഞാൻ ലൈറ്റായിട്ട് സ്ക്രാമ്പിൾഡ് എഗ്സും. ഞാനപ്പം എൻ്റെ സ്പായിലെ അക്യുപഞ്ചർ അപ്പോയിൻമെൻറ്റിന് പോവാണ്. എൻ്റെ ഇത് ആർട്ട് ഗാലറിയാ. അറിയാതെ ആർട്ട് ഗാലറി എത്തി.
അന്ന് ഞങ്ങൾ സ്പായിൽ ബുക്ക് ചെയ്ത ഫ്രീ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അക്യുപഞ്ചർ കൺസൾട്ടേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഐഡിയ ഇല്ലാണ്ടാണ് അത് ബുക്ക് ചെയ്തത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു GP ആയിട്ടുള്ള ഹെൽത്ത് കൺസൾട്ടേഷൻ ആയിരുന്നു. അന്ന് ഞങ്ങളവിടെ പരിചയപ്പെട്ട നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു GP ആയിരുന്നു. പുള്ളി അന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഞങ്ങൾ പിന്നെ നേരെ ജിമ്മിലേക്കാണ് പോയത്. എൻ്റെ ലിമിറ്റഡ് ജിം നോളജും കൊണ്ട് എനിക്കറിയാം ടെക്നോ ജിമ്മിൻ്റെ എക്വിപ്മെൻറ്റ്സൊക്കെ ഭയങ്കര നല്ലതാണ്. അവിടുത്തെ എല്ലാ എക്വിപ്മെൻറ്റും ടെക്നോ ജിമ്മിൻ്റെ ആയിരുന്നു. ഒരു സാധാ ജിമ്മിലെ എത്ര നമ്പർ ഉണ്ടോ അത്രയും തന്നെ ഉണ്ടായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഞങ്ങൾ പോയതൊരു സീഡേ കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളിപ്പം ജിമ്മിലൊക്കെ പോയി വന്ന് ഞാനാണെങ്കിൽ ഈ സാധനം ഞങ്ങൾക്ക് റൂമിൽ വന്ന് കിടക്കണ്ടായിരുന്നു. ഇത് പോയി ഫ്രീ ഗിഫ്റ്റ് എന്ന് കണ്ടാൽ ഞാൻ അതെന്തായാലും മിസ് ചെയ്യില്ല. അപ്പം ഞാൻ ആ ഗിഫ്റ്റ് പോയി കളക്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ലഞ്ച് ടൈമും ഓൾമോസ്റ്റ് അടുത്തായതുകൊണ്ട് ഞാനിപ്പോൾ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ചേട്ടൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരും. ഓക്കെ. We have the winner in my hand right now. Tanzanite is that generational gemstone. You are giving back to the people of Tanzania. Ice cream vegan അല്ലേ? വെജിറ്റേറിയൻ. അയ്യോ, അങ്ങനെ ഞാനൊരു ജ്വല്ലറി സെമിനാറിനൊക്കെ പോയി. എനിക്ക് ഫ്രീ ഗിഫ്റ്റൊക്കെ കിട്ടി. അയ്യോ നോക്കട്ടെ, ഗിഫ്റ്റൊക്കെ കിട്ടി. ഞാൻ ലോസ്റ്റായി. എന്നിട്ട് ചേട്ടൻ എന്നെ കണ്ടുപിടിക്കാൻ വന്നു. ഞങ്ങൾ വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നേക്കുവാണ്. ഇതൊക്കെയാണ് മെനുവിലെ ഓപ്ഷൻ. എങ്ങനെ ലോസ്റ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് മറ്റേ ഓഷ്യൻ സിനിമാസോ ഓഷ്യൻ സ്റ്റുഡിയോയിൽ പോയില്ലേ? ഞാൻ കയറിയപ്പോഴേ പറഞ്ഞൊരു സെമിനാർ വഴി പഠിക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ തിരിച്ച് എവിടെ കാണുമെന്നെല്ലാം പറഞ്ഞായിരുന്നോ? ഞാനപ്പം വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ആലോചിച്ച് ശ്രീകുട്ടീനെ ഞാൻ എങ്ങനെ ഇനി അടുത്ത് കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചു. അവിടെ നിന്ന് ഞാൻ ഡ്രസ്സിട്ട് ഇറങ്ങി മേലോട്ട് വന്നപ്പോഴത്തേക്ക് കോറിൽ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ പുറത്ത് കോറിൽ ശ്രീകുട്ടി കാണുമെന്ന് വിചാരിച്ചു. കോറിലോട്ട് പോയി. അത് ഇവിടെ പോയപ്പോഴത്തേക്ക് ഇവിടെ ശ്രീകുട്ടി ഇല്ല. ഞാൻ എന്നിട്ട് പിന്നെ തിരിച്ച് ഓഷ്യൻ സിനിമാസിൽ പോയി. അവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഞാനപ്പോൾ എന്ത് ചെയ്തു, തിരിച്ച് പിന്നെ ഈ കോറിൽ തന്നെ വന്നിട്ട് ഇവരോട് ഞാൻ കയറാൻ പറ്റുമെന്നുള്ള കാര്യം ചോദിച്ചു. കയറാൻ പറ്റുന്നുള്ളതല്ല, ഞാനിപ്പോൾ ഓഷ്യൻ സിനിമാസിൽ പോയിട്ട് ഞാൻ നേരെ തിരിച്ച് റൂമിൽ പോയിട്ട് റൂമിലൊരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ഇഫ് യു ആർ കമ്മിങ് ബൈ ഹിയർ പ്ലീസ് കം ടു ആയി പോയിരുന്നു. അപ്പം ഞാനപ്പോൾ അവിടെ കം ടു ഡെക്ക് 7 കോറൽ ഐ ബി വെയിറ്റിംഗ് ദെയർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വീട്ടിൽ. എന്നിട്ട് ഞാൻ തിരിച്ച് കോറലോട്ട് വന്ന് ഞാൻ ചോദിച്ചു ഞാൻ ടേക്ക് സീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഒരുമിച്ച് ടേബിൾ ഫോർ 2 ആയിരുന്നല്ലോ. അപ്പോഴത്തേക്ക് രണ്ടുപേരും ഒന്നിച്ച് വരണം. അപ്പം അതിൽ വെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു വേറൊരു പുള്ളിക്കാരന് പറഞ്ഞു ഗീവ് എ കോൾ ടു ദ റൂം എന്ന് പറഞ്ഞു, ഇൻ കേസ് റൂമിലുണ്ടെങ്കിൽ. അപ്പം ഞാൻ റൂമിൽ വിളിച്ചൊരു വോയിസ് മെയിലും വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഞാൻ അവിടുത്തെ വേറെ എവിടെ ഞാനപ്പോൾ ആലോചിച്ചു, ഇപ്പം നമ്മൾ ഇൻ കേസ് വേറെ ആർക്കാണെങ്കിലും മിസ്സാവുകയാണെങ്കിൽ ഒരു കോമൺ പോയിന്റ് പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പുറത്ത് എന്തായാലും എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു റൂമിൽ എത്തുമല്ലോ. ഇപ്പം എന്നെ എവിടെയും കണ്ടില്ല. ശ്രീകുട്ടിയും തപ്പി നടക്കുകയാണെങ്കിൽ അവസാനം ശ്രീകുട്ടിയാണല്ലോ ആലോചിക്കും, ഓക്കെ റൂമിലാണ് ഒരു പോയിന്റ് നമുക്ക് പോകാനായിട്ടുള്ളത്, അപ്പോൾ അവിടെ വരും. ഇതിന് കാർഡും ഉണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ച് പിന്നെയും ഞാൻ റൂമിലേക്ക് പോയാലോന്ന് ആലോചിച്ചു. അപ്പം ഞാൻ അങ്ങനെ പിന്നെ തിരിച്ച് ഇവിടെ എത്തിയല്ലോ. ഇവിടെ എത്തിക്കുന്ന വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, പിന്നെ അല്ലെങ്കിൽ മെൻഷൻ ചെയ്തത് റിസപ്ഷനാണ്. ഞാനപ്പോൾ പയ്യെ റിസപ്ഷനിലോട്ട് നടന്നു. ഇപ്പുറം 2 വേ ഉണ്ടല്ലോ, അപ്പുറ സൈഡിൽ കൂടെ വന്ന്. അപ്പോൾ ഞാൻ അപ്പുറ സൈഡിൽ കൂടെ റിസപ്ഷനിലോട്ട് പോയി. അവിടുത്തെ കടകളൊക്കെ നോക്കി ഞാൻ അതിനകത്തെങ്ങനെ കയറിയിരിക്കുകയാണ്. കടയിലേക്ക് നോക്കി റിസപ്ഷനിൽ ചെന്നു. റിസപ്ഷനിലോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ കണ്ടത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ആ ഫോൺ വെച്ച് നമുക്ക് നമ്മുടെ റൂമിലേക്ക് വിളിക്കാം. ഇൻ കേസ് മിസ്സായെങ്കിലും അങ്ങനത്തെ ഇത് യൂസ് ചെയ്യാം. ഞാനപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മുടെ റൂം നമ്പർ ഞെക്കിയാൽ മതി. ഫോൺ എടുത്ത് റൂം നമ്പറിൽ ഒന്നുകൂടെ ഞെക്കി അപ്പോൾ ബെല്ലടിച്ച് എടുത്തില്ല. ഞാനപ്പോൾ വെച്ചിട്ടേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ
വാക്ക് വേയിലൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അതും യൂസ് ചെയ്യാം. അങ്ങനെ റിസപ്ഷൻ വെച്ചിട്ട് ഞാൻ തിരിച്ച് പിന്നെ ഇങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് ആ ജ്വല്ലറി കടയിൽ കൊറേ ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഒന്നെങ്കിലും ഞാൻ അവിടെ നിന്ന് തപ്പി ഇങ്ങനെ നോക്കി ഇങ്ങനെ പോയി. പിന്നെ ഒന്നാണ് ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ അല്ല വേറെ എവിടെയും ലോക്കാവത്തില്ല. അപ്പോൾ ഞാൻ പിന്നെയും ബാക്കിലോട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ തല ഇങ്ങനെ എത്തി നോക്കിടും. എന്നിട്ട് വാന്ന് കാണിക്കാം. അപ്പൊ ഞാനാണെങ്കിൽ കറക്റ്റ് ഒരു റാഫിൾ ഡ്രോയിന്റെ നടുക്കാട്ടോ നിക്കണത്. അപ്പൊ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഞാൻ കയറി ചെന്നപ്പം തന്നെ അത് സെമിനാറാട്ടോ, അടിപൊളി സെമിനാർ. ഒരു ടാൻസനൈറ്റ് ജെം സ്റ്റോണിനെ പറ്റിയിട്ടായിരുന്നു. അതാകെ ടാൻസാനിയയിൽ മാത്രമേ കാണാൻ മൈൻഡ് ചെയ്യണുള്ളൂ. അതാണെങ്കിൽ റെയർ ഡയമണ്ടാണ്. അതാണെങ്കിൽ ഇപ്പം തന്നെ അതിൻ്റെ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര സ്പെഷ്യൽ സ്റ്റോണാണ്. അതാണെങ്കിൽ ആ സ്റ്റോൺ ലോകത്ത് എവിടെ വിറ്റാലും 40% ഓഫ് ദി പ്രോഫിറ്റ് ടാൻസാനിയൻ ഗവൺമെൻറ്റിന് കൊടുക്കണം. എന്നിട്ട് അത് അവരുടെ പീപ്പിളുടെ ഡെവലപ്മെൻറ്റിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര അത് ആദ്യം ആ ഒരു ജെം സ്റ്റോണിന് മാത്രമേ അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഫാക്ട്സ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെയാണെങ്കിൽ ടൂർ ഗൈഡിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ എന്നെ ഈ ഗൈഡഡ് ടൂറിലൊക്കെ ഇട്ടാൽ ഞാൻ ഫ്രണ്ട് റോയിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളാട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇപ്പം എൻ്റെ ഇത് ഫുഡ് വന്നിട്ടുണ്ട്, സ്റ്റാർട്ടർ വന്നു, ഷ്രിംപ് പജിറ്റയാണ്. അപ്പോൾ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഇതിങ്ങനെ ഫുൾ കേട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കണ്ട. അപ്പം ഞാൻ 12:18 നോക്കിയപ്പോൾ ഒന്ന് ഓർത്താകും. 12:15 നമ്മുടെ സ്ലോട്ട്. പക്ഷെ അതിലാരും 15 മിനിറ്റിൽ കഴിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അയാളും പറഞ്ഞു 5 മിനിറ്റിൽ അവർ റാഫിൾ ഡ്രോ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിരുന്നു. പോയപ്പോൾ സെമിനാർ ഹാളെന്ന് വെച്ചാൽ മൂവി തിയേറ്റർ, ഒരു കുഞ്ഞു മൂവി തിയേറ്റർ, ഒരു 5 റോ ഒക്കെ കാണുള്ളൂ. അവിടെ നിന്ന് എല്ലാവരും വന്നപ്പോഴത്തേക്കും ആ കഥ ഫുള്ളായി. ആർക്കും റാഫിൾ ഡ്രോ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ എഴുതി ഇച്ചിരി ടൈമൊക്കെ പോയി. ആണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും സെമിനാർ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റ് കാണിച്ചത് ഇതാ ബ്രാൻഡ്, ഇതാ ജ്വല്ലറി ബ്രാൻഡ്. ഇവർ പേർഷ്യൻ റോയൽ ജ്വല്ലേഴ്സായിരുന്നു. ഇപ്പോൾ അത് ഇപ്പം ഇല്ല, പക്ഷെ അല്ല പേർഷ്യൻ റോയൽറ്റി ഇപ്പം ഇല്ല, പക്ഷേ ഈ ജ്വല്ലറി അവരാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതാണ് ആ സ്റ്റോൺ, ടാൻസനൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ. ഇത് ഇനി തിരിച്ചു കൊണ്ട് കൊടുത്താൽ നമുക്ക് ഇയറിംഗ് വല്ലതും വാങ്ങാം. അത് ആക്ച്വലി 150 പൗണ്ട്സ് 200 പൗണ്ട് വർത്താണിത്. ഇത് 250 പൗണ്ട്സ് വർത്തായി ഈ ഒരു സ്റ്റോൺ. പിന്നെ അത് കൂടാണ്ട് സെമിനാർ കേട്ടവർക്ക് 100 പൗണ്ട് ഓടിച്ചതുമാണ്. അപ്പം ആണെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 150 പൗണ്ട്സിൻ്റെ എന്തോ ഓഫ് കിട്ടും, വൗച്ചറെന്തോ കിട്ടും. ഇത് അവർ തിരിച്ചെടുത്തൊക്കെ ഇതൊരു ഇയറിംഗ് മാതിരി ആക്കി തരും. അപ്പം ഇത് ഇയറിംഗ് കിട്ടിയേക്കൊള്ളാമുണ്ട്. നോക്കാം പിന്നെ നോക്കാം. അപ്പം ആദ്യം വന്നിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വരണം. അപ്പം പിന്നെ ഞങ്ങളാണ് സെയിം ഫ്ലോറിൽ തന്നെ. അപ്പോൾ പോന്നു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ കുറേ പേരാണെങ്കിൽ എന്താ ചെയ്തതെന്നറിയോ, എല്ലാവരും ഈ ഫോൺ മാഡം ഇപ്പം വന്നിരുന്നപ്പോൾ ഇപ്പോഴാണ് കഥ പറയാനുണ്ട് എന്താ പറ്റുന്നുള്ളത്. ഞങ്ങളപ്പം കോറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലഞ്ച് തന്നെയാണ് എടുത്തത്. ജിബൻ ചേട്ടൻ ലാം ദോപ്യാസിയും ക്രീംഡ് സ്പിനാച്ചും, ഞാൻ ലസാനിയാണ് ഓർഡർ ചെയ്തത്. ഡെസേർട്ടിന് ജിബൻ ചേട്ടൻ ഫ്രൂട്ട് സാലഡ് ഐസ്ക്രീമും, ഞാൻ ചോക്ലേറ്റിൻ്റെ ഒരു കേക്കും ഐസ്ക്രീമുമാണ് പറഞ്ഞത്. ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷോപ്പിംഗ് ഏരിയയിൽ കൂടി നടക്കുമായിരുന്നു. ഇത് പിയാൻഡോ ക്രൂസിൻ്റെ തന്നെ സുവനിയർ ഷോപ്പായിരുന്നു. ഇവിടെ നല്ല മെമ്മറബിൾ ഐറ്റംസൊക്കെ വാങ്ങാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നി. ഇത് പിന്നെ ഞാൻ സൊറോസ്കിയുടെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ചുമ്മാ അവിടുത്തെ ജ്വല്ലറിയൊക്കെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ജിബിൻ ചേട്ടനോട് പാക്ക് ചെയ്തപ്പോൾ മുതലേ പറയണമെന്ന് ഷോർട്സ് എടുക്ക് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന്. പക്ഷേ അതേ ചേട്ടൻ മറന്നുപോയി. അപ്പോൾ അതുതന്നെ നമ്മൾ വളരെ നിസ്സാര വിലയ്ക്ക് ഷിപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ശരിയാ, ഞങ്ങൾ സുവനീർ വാങ്ങിയേ. അതായത് ഞങ്ങൾക്ക് ഒരു പ്രോ ടിപ്പ് പറയാനുണ്ട്. റൂമിൻ്റെ ഉള്ളിൽ ബോട്ടിലില്ല. അപ്പം അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ വന്നപ്പോഴേ ആൾക്കാർ ക്യാനും ബോട്ടിലൊക്കെ ആയിട്ട് കുറച്ച് 5-6 ഒരു വലിയ 6 പാക്കിൻ്റെ ബോട്ടിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഒരു സംശയം തോന്നിയായിരുന്നു, എന്തോ ഒരു വെള്ളത്തിന് വശപ്പിച്ച്. പക്ഷെ ഇപ്പോൾ റൂമിൽ വെള്ളം, പക്ഷെ നമ്മൾ ചോദിച്ചില്ല മറ്റേ പുള്ളിയോട്,
വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങാമോ? ചോദിച്ചു നോക്കാം. എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു കപ്പ് വാങ്ങി. ഇതിലപ്പം നമുക്ക് ബൊഫേന്ന് വെള്ളം നിറച്ചിട്ട് റൂമിൽ വേണേൽ വെക്കാമല്ലോ. പിന്നെ ഞങ്ങളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി. ഞങ്ങൾക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ഷൻ ഉണ്ട്. അപ്പം പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും വാങ്ങാറുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ ഷോർട്ട്സ് വാങ്ങിയിട്ട് നോക്കട്ടെ. ഈ പ്രൈസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 4 പൗണ്ട് ഇത്രയും വലിയ ടോപ്ലർ. എനിക്ക് ഗോൾഡ് വാങ്ങി തരുമോ ചേട്ടാ? ഇല്ല. ഓക്കെ. ഇങ്ങനത്തെ ഫോൺ ബൂത്താണ് ജിബിൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ റൂമിലേക്ക് വിളിക്കാൻ പറ്റണത്. അടുത്തത് ഞങ്ങൾ ഓഷ്യൻ സ്റ്റുഡിയോസിലേക്കാണ് പോയത്. അവിടെ ഗ്ലാഡിയേറ്റർ 2 എന്ന് പറഞ്ഞ മൂവിയാണ് കണ്ടത്. ഞങ്ങൾ പിന്നെ ഹൊറൈസൺ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇവിടെയാണ് ബൊഫെ ഏരിയ ഒക്കെ വെക്കാറുള്ളത്. ഇവിടുത്തെ ടേബിൾസൊക്കെ ഇപ്പം കണ്ടറിയാം, അത് ഫുള്ളി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അന്ന് ഈവനിങ് അവിടെ ഒരു ഫോർമൽ ഇവൻ്റ് ഉണ്ടായിരുന്നു, ഷെഫ്സ് ടേബിൾ എന്ന് പറഞ്ഞ്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ. ഞങ്ങൾ ഗ്ലാഡിയേറ്റർ ഫുള്ള് കണ്ടില്ല. ഞങ്ങൾ 1 hour 2 hours ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ 48 minutes കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പൂളിൽ ഇറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം പോയിട്ട് പൂളിൽ പോകണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഡിന്നറേ പ്ലാനുള്ളൂ ഇന്ന്. എല്ലാം സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എടുത്തേക്കുന്നത് ബീഫ് ബ്രിസ്ക്കറ്റ്, സാറ്റായി ചിക്കൻ ഗ്രില്ല്, പിന്നെ ഇത് മട്ടൻ റോഗൻ ഗോഷ്, റൈസ്, പിന്നെ ഇതെന്താ കറിയെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു കറിയാണ്. തിരുവനന്തപുരത്തേക്കുന്ന കാണിച്ചോ. ഇത് മട്ടൻ റോഗൻ ഗോഷ് അല്ല പറഞ്ഞു. ഇത് സാൽമൺ ടാർട്ട്, ഇത് ഫ്രഞ്ച് ഫ്രൈസ്, ഇത് റൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയപ്പം വിൻഡോയിൽ നോക്കിയപ്പം ക്രൂസ് ഭയങ്കര സ്പീഡിൽ പോണ പോലെ തോന്നി. വെള്ളത്തിന് എഗൻസ്റ്റ് പോണോണ്ടാണോ എന്നറിയില്ല, പക്ഷെ തിരമാലകൾ ഭയങ്കരമായിട്ട് അടിക്കണ പോലെ തോന്നി. ഇതായിരുന്നു ശ്രീകുട്ടിക്ക് ഞാൻ എഴുതി വെച്ചിരുന്ന ലെറ്റർ. ഗൈസ്, ഫുൾ ഗെറ്റപ്പൊക്കെ മാറി നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. ജിബിൻ ചേട്ടന് ഇപ്പോഴും സ്വിമ്മിംഗ് ഡ്രസ് ഇല്ല. നമുക്കുള്ള ഒരു ഷോർട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. മോളിൽ പോയി ഓക്കെ. അപ്പോൾ അത് ഉള്ള ഒരു ഷോർട്സ് വെച്ചിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കുഴപ്പമില്ലെങ്കിൽ അത് മതി, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ജക്കൂസിയിൽ ഇറങ്ങിയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ. ഇവിടെ എല്ലാവരും ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് തുടങ്ങിയിട്ടോ ഇന്ന് വൈകുന്നേരത്തെ ഇവന്റിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇപ്പോഴാണ് പൂളിൽ പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തെ ഷെഫ്സ് ടേബിൾ എന്ന് പറഞ്ഞ ഇവൻറ്റിന് ഞങ്ങൾ ഇച്ചിരി ലേറ്റർ ടൈം സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ ഇച്ചിരി നേരം ഇങ്ങനെ വെറുതെ റൂമിൽ നിന്ന് പുറത്തെ വ്യൂ ഒക്കെ കണ്ടിരുന്നു. അപ്പം ഞങ്ങൾ ലോണ്ട്രിയറ്റിലേക്കാണ് പോണത്. ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലേ, ഞങ്ങൾ റൂമിൽ നിന്ന് ഇതിലേക്ക് ഇട്ടുകൊണ്ട് വന്നു. ഇത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്തിട്ട് വരും. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ലോണ്ട്രിയിലിട്ട് ഞങ്ങൾ ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷെഫ്സ് ഡിന്നർ എന്ന് പറഞ്ഞ പരിപാടിക്ക് പോവാണ്. ശരി. ഇന്നാണെങ്കിൽ ഇവിടെ സെലിബ്രേഷൻസ് നൈറ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും നല്ല ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. ബ്ലാക്ക് ടൈ ആണ് കോഡ്. ഓരോരുത്തർക്കും ഓരോ ടൈം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റ് ഡിന്നറിനാണ് എടുത്തേക്കണേ. 8:30 അപ്പം മെനു ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇച്ചിരി കൂടി ഷെഫ് സ്റ്റൈലിലൊക്കെ ആയിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇത് ഞങ്ങൾക്ക് ഫസ്റ്റ് വന്നത് അമ്യൂസ് ബുഷായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ടു അമ്യൂസ് ദ മൗത്ത് എന്നാണ്. ഇത് ഞങ്ങളുടെ തൊട്ട് സൈഡിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പാലറ്റ് ക്ലെൻസറായിട്ട് കോഴ്സിൻ്റെ ബിറ്റ്വീൻ കുടിക്കണ്ടായിരുന്നു.
സ്റ്റാർട്ടറായിട്ട് ജിബിൻ ചേട്ടൻ സ്മോക്ഡ് സാൽമണിൻ്റെ ഒരെണ്ണവും ഞാൻ ബ്രേസ്ഡ് ലാം ബോൺബോണാണ് ഓർഡർ ചെയ്തത്. ഇതിൽ എൻ്റെ ആയിരുന്നു കൂടുതൽ ടേസ്റ്റ്. മെയിൻ കോഴ്സിന് ജിബിൻ ചേട്ടൻ ബീഫ് വെല്ലിംഗ്ടണും ഞാൻ റോസ്റ്റ് പോർക്കും ആണ് ഓർഡർ ചെയ്തത്. അതിൽ ബീഫ് വെല്ലിംഗ്ടൺ ആയിരുന്നു കൂടുതൽ ടേസ്റ്റ്. ഇത്രയും ഗസ്റ്റുകൾക്ക് ഒരേ സമയം ഡിന്നർ പ്രിപ്പയർ ചെയ്ത ഷെഫ്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഞങ്ങൾ ഡെസേർട്ട് കഴിക്കാൻ തുടങ്ങി. For complimentary cheers. ഞങ്ങളെ ഷെഫ്സ് ഡിന്നറൊക്കെ കഴിഞ്ഞു. അതെ, പക്ഷെ ഞങ്ങൾ ടൈം സെലക്ട് ചെയ്യാൻ പറ്റി, നമുക്ക് ഇഷ്ടമുള്ള ടൈം. ചിലപ്പോൾ അതായിരിക്കും. ഞങ്ങൾ സ്കൈഡോം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ പോവാം. സൈലന്റ് ഡിസ്കോ ഉണ്ടാവും. അതെ, നല്ല രസമുണ്ട് സൈലന്റ് ഡിസ്കോ. അപ്പോൾ അവിടെ നോക്കിയാൽ 2 ഡിസ്കോ DJs ഉണ്ട്. ഒരെണ്ണം ബ്ലൂവും ഒരെണ്ണം റെഡും. അപ്പം നമ്മുടെ ഹെഡ്സെറ്റ് ഇപ്പം ഞാൻ ബ്ലൂവിൻ്റെ ആളുടെയിലാണ് വെച്ചേക്കുന്നത്. ഇനി ഞാൻ ഇതിലൊരു സ്വിച്ച് ഉണ്ട്. ഇങ്ങനെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡായപ്പോൾ മറ്റേ DJയുടെ പാട്ടാണ്. റെഡിൻ്റെ ആണ് പോപ്പുലർന്നാണ് തോന്നുന്നത്. കാരണം കൂടുതൽ പേരും ആ പുള്ളിക്കാരിയുടെ പാട്ടിനാണ് ഒച്ച പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ മനസ്സിലാവും ആരൊക്കെയാണ് ഫേമസ്. ഞങ്ങളങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. വിൻഡോയിൽ കൂടി നോക്കുമ്പോൾ നല്ല മൂണിൻ്റെ വ്യൂ ആയിരുന്നു. അപ്പോൾ എന്നാൽ ശരി, ബൈ.